ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഹർത്താൽ ഇന്നലെ ആയിരുന്നു. ഇന്ന് നമുക്ക് ഭാരത് ബന്ദാണ് കേട്ടോ. ഭാരത് ബന്ദ്. ഇന്ന് കടകളില്ല, കാര്യങ്ങളില്ല, വണ്ടികളും ഒന്നുമില്ല. ഇന്നലെ പ്രൈവറ്റ് ബസ്സുകാർ മാത്രമല്ല ഇല്ലാതെ ഉള്ളൂ. എന്നാലും കുറച്ച് ബസ്സുകാരൊക്കെ ഓടി കേട്ടോ. കുറച്ച് ബസ് RKV പോലുള്ള കുറച്ച് ബസ്സുകൾ ഓടി. ബാക്കിയുള്ള എല്ലാവരും ഇന്നലെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല, കുറച്ച് വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ. ഇന്ന് ഭാരത് ബന്ദാണ്. ബന്ദ് എന്ന് പറയുമ്പോൾ എല്ലാ കടകമ്പോഴും എല്ലാം അടച്ചിടുമല്ലോ, ഒന്നുമില്ലെന്നും. അതുമാത്രമല്ല നല്ല ക്ലൈമറ്റ്, രാവിലെ നല്ല മഴ. ഇന്ന് ജലദോഷമൊക്കെ വയ്യത് ഇച്ചിരി ഗുളിയെ കഴിച്ച് കിടക്കുകൊണ്ട് ആ ഒലിപ്പങ്ങ് നിന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ രാവിലെ കെട്ടി സെറ്റായിരിക്കുകയാണ്. മഴ, രാവിലെ മഴ. എന്തായാലും വീട്ടിൽ നിന്ന് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല ഹർത്താലായതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് കൊള്ളാം മഴ ക്ലൈമറ്റ്. പിന്നെ നമ്മുടെ ലിയോയുടെ കാര്യമൊക്കെയാണ് പാട്. ലിയോ അവിടെ കൂട്ടിക്കിടന്ന് കുറേ നേരം കൊണ്ട് ചവിട്ടി തൊഴിക്കുകയാണ്. നോക്കണുണ്ടോ? രാവിലെ തുറന്ന് വിട്ട്, രാവിലെ മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പി, കുറച്ച് ചപ്പാത്തി ഇരിപ്പുണ്ട്, പിന്നെ ബ്രെഡുണ്ട്, ചിക്കൻ കറിയുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ധ്യാനൂസിന് ചിക്കൻ കറിയും ബ്രെഡും മതി എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ഡാഡിക്ക് ബ്രെഡും ചിക്കൻ കറിയും ചപ്പാത്തിയോട് കൊടുക്കാം. ഞാൻ ഒരു ഡബിൾ ഓംപ്ലേറ്റ് അടിച്ച്. തീരെ ഇല്ല വിശപ്പ്, വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ അസുഖങ്ങളൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നത്തില്ലേ? പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലതും കഴിക്കാൻ തോന്നും കേട്ടോ. ഐസ്ക്രീമൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ജലദോഷമാണെങ്കിൽ ഞാൻ കുടിക്കുന്ന വെള്ളം തണുത്ത വെള്ളമാണ്. നോട്ട് ദ പോയിന്റ്. തൊണ്ടവേദന ഇതുവരെ വന്നില്ല. അപ്പം നല്ലൊരു ക്ലൈമറ്റ്. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല, വീട്ടിനകത്തുള്ള വിശേഷങ്ങൾ തന്നെയായിരിക്കും ഇന്ന്. അതുകൊണ്ട് എന്നാലും ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ പരിപാടി കാണിച്ച്. ചിക്കൻ കറി ഇരിപ്പുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ചൂടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ബ്രെഡ് ആവിയേറ്റി. കുറച്ച് കടല ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തോന്നും കടലപ്പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. വൈകുന്നേരമൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നണം. എനിക്കുള്ള മുട്ടയ്ക്കുള്ള ഐറ്റം ഞാൻ എന്താ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്യണം. നമ്മൾ ബ്രെഡ് ആവി കയറ്റി സോഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കൊടുക്കട്ടെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നൈറ്റാണ്. നൈറ്റ് കഴിഞ്ഞ് രാവിലെ ഉറങ്ങുന്നതാണ്. പക്ഷേ ഇന്നലെ നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, എപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഈ സംഭവം ഇന്നലെ വാങ്ങിയായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയത് മാറിപ്പോയിട്ട്. എന്നാലും ഇത് കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതെല്ലാം നോർമലി വാങ്ങിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സ്, അതാണ് പിന്നെ വോയിസ് നോട്ട് ഇടുന്നത് കേട്ടോ. സ്വന്തം TV കിടന്നുറങ്ങും, കുറച്ച് ഇരുന്നുറങ്ങും. ഞാൻ ഉണ്ടാക്കുന്നത് സ്നേക്ക് പാർക്കാ. സ്നേഹിപ്പർ നമ്മൾക്ക് അതുകൂടെ, നമ്മളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മളെ ചോറ് തിന്നാൻ വേണ്ടി ലിയോ റെഡിയായി നിൽക്കുകയാണ്. ലിയോ പീസ് ആദ്യമേ കടിച്ച് വിഴുങ്ങി ഇറക്കിയ വലിയ പീസ്. ചവച്ച നീ ലിയോ, ഈ പന്ന തിന്നാതെ എങ്ങോട്ട് പോണമെന്തോ. എന്താണ് ഉദ്ദേശിച്ചത്? മീനാ? എൻ്റെ കടല പായസം ഇവിടെ റെഡിയാണ് ഗൈസ്. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. ഒരു ഗുളിയെ കടിച്ചിട്ട് കിടക്കാൻ പോകണം ഗൈസ്, വയ്യ. ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടാ. ഉറങ്ങിയിട്ടൊക്കെ ഇനിയിപ്പൊന്ന് കുളിക്കണം. ഡെങ്കി വാ, നിന്റെ അല്ല വരാൻ പറഞ്ഞ അവൻ. ഇറങ്ങണ വെളി ഇറങ്ങടാ. നിന്നെ തന്നെ ഈ വള്ളിയിലേ തന്നത്, ഏൽപ്പിച്ചത് കുഴിയെ. ഇവനെ കൂട്ടിക്കയറ്റാതെ കുറച്ചു നേരം വെളി നിർത്താൻ വിചാരിച്ചപ്പോൾ കഴുത്തി കെട്ടിയിട്ടിട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഇവൻ ഓടിക്കളയും ചക്ക തന്നെ. അതുകൊണ്ട് അവനെ ഞാൻ നിന്നെ വിളിച്ചിട്ട് പോവാൻ അങ്ങനെ. അപ്പോൾ ഞാൻ വെച്ച പായസം കുറച്ച് അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് തുടങ്ങി. അപ്പോൾ അവൻ കിടന്ന് ബഹളം കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വോയിസ് കൊടുക്കുന്നതാണ്, ദേഷ്യത്തെ നോക്കുന്നതാണ്. ഇപ്പോൾ രാവിലെ അപ്പൂസയ്ക്ക് ഷാർജ അടിച്ചോണ്ട് വന്ന് കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ പാത്രം ഇവിടെ ഇരുന്ന് അതിൽ തന്നെ കുറച്ച് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കടലപ്പായസം കൊടുത്തിരിക്കുന്നു ഗൈസ്. അവർക്ക് കടലപ്പായസം ഇഷ്ടമാണെന്നാൽ പറഞ്ഞ് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും അവർ കടലപ്പായസം കൊടുത്തിട്ട് ഞാൻ വരാം. ഇവന്റെ രോമത്തിനെ കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാറില്ല. ഇവൻ ഇവിടെ നീ മാറ്റിയതുകൊണ്ടാണ്. ഇവിടെ ഇരുന്ന് ചായ കുടിച്ച കാലം മറന്നു ഗൈസ്. വിളിച്ചോണ്ട് പോടെ ഞങ്ങളെ വട്ടീനെ.
ഹലോ ഗായ്സ്, അപ്പോൾ തല കുളിച്ചില്ല, പുറമൊക്കെ കുളിച്ച് റെഡിയായി, മുടിയെ കെട്ടി വെച്ച് പൊട്ടക്കെട്ട്. അപ്പോൾ ഇന്നിപ്പം വിളക്ക് എത്തിക്കുന്നില്ല, തലേന്ന് കുളിക്കാതെ വയ്യാതിരുന്നല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫോൺ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇന്നപ്പോൾ എല്ലാവരുടെയും ഒരു ഭാരത് ബന്ദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6 വർഷമായി ഞങ്ങൾ ഓഫീസിൽ കയറിയ ശേഷം 6 വർഷം ശേഷം ഇപ്പം രണ്ടാമത്തെ ബന്ദാണ്. കാരണം ബന്ദിന് മാത്രമേ നമുക്ക് അവധിയുള്ളൂ. ബന്ദ് ഹർത്താലിനൊന്നുമില്ല അവധി. കടകളൊക്കെ അടയ്ക്കുന്നത് ബന്ദിനല്ലേ, അപ്പം നമുക്ക് സപ്ലൈ കാണത്തില്ല. ബന്ദിന് മാത്രമേ നമുക്ക് അവധി കാണുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബന്ദ് ഇതിനൊക്കെ ഉണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെ ബന്ദാണ്. 6 വർഷത്തിന് ശേഷം ഇപ്പം രണ്ടാമത്തെ ബന്ദ്. ഒരു സൈലൻറ്റ് മൊത്തത്തിൽ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈലൻ്റാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും വണ്ടി പോകുന്നതുകൊണ്ട് ആ ഒരു സൈലൻസ് നല്ലപോലെ ഫീൽ ചെയ്യും. ഇവിടെ പിന്നെ എപ്പോഴും ഒരു സൈലൻസ് ആയതുകൊണ്ട്, പിന്നെ റോഡിലൊന്നും ആരെയും ഇറക്കുന്നില്ല. അപ്പോഴത്തെ പയ്യന്മാർ പറയുന്നുണ്ട്, അവർ ആരെയും എല്ലാം പോകുന്നവരെല്ലാവരും തടഞ്ഞ് നിർത്തിയാണെന്ന് പറഞ്ഞവന്മാർ. മൊത്തത്തിൽ ഒരു 6 to 6 അല്ലല്ലോ, 12 to 12 അല്ലേ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാരത് ബന്ദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ബന്ദ് എങ്ങനെയാണെന്നുള്ള കമൻറ്റ് ചെയ്യാം. കടലപ്പായസം കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ടേസ്റ്റുണ്ട്. കുടിക്കട്ടെ. അപ്പോൾ സന്ധ്യയായി. ധ്യാനൂസ് കുറച്ച് ഹോംവർക്ക് എഴുതാനുണ്ട്, അവിടെ പോയി എഴുതുകയാണ് കേട്ടോ. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പിടാത്തോണ്ട് ഞാനൊരു സ്മൈലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് യോധ സിനിമ നടക്കണം. അപ്പം പിന്നെ രാവിലെ രാത്രി എന്താ ഒരു സിനിമ ഉണ്ടാകും. കുറച്ച് കഞ്ഞി വെക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്ന് രാജാവിൻ്റെ ഭക്ഷണമല്ലേ, രാത്രി കുറച്ച് കഞ്ഞി ആക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ കഞ്ഞിയുടെ കൂടെ പപ്പടം പൊരിച്ചിട്ടുണ്ട്. പപ്പടം കൂട്ടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നല്ല പൊടിയരി കുറച്ചിരുന്നു, അത് വെച്ചിട്ട് കഞ്ഞിയാക്കി. അപ്പോൾ ഇന്നത്തെ ചിക്കൻ്റെ പോപ്കോൺ കുറച്ചിരിപ്പുണ്ട്, അതും പപ്പടമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ രണ്ടും കൂടെ കഞ്ഞി കുടിക്കും. ഇവിടുത്തെ കുട്ടി മഹാരാജാവ് കഞ്ഞി കുടിക്കില്ല ഗൈസ്. അവൻ പോയി ഇരുന്ന് ഉച്ചക്കത്തെ ചോറ് ബാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ പപ്പടം ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, വലിയ പപ്പടം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.